ഷുരൂരിൽ ഗംഗാവലിപ്പുഴയിൽ നടത്തിയ നിർണായക പരിശോധനയിൽ ലോറിയുടെ ഭാഗവും അതിനുള്ളിൽ ഒരു മൃതദേഹവും കണ്ടെത്തി. ഷുരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായിട്ടുള്ള കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായിട്ടുള്ള തിരച്ചിലിന് പരിസമാപ്തി. നടത്തിയ നിർണായക പരിശോധനയിൽ അർജുൻ്റെ ലോറിക്കുള്ളിൽ മൃതദേഹവും കണ്ടെത്തി. അർജുനെ കാണാതായിട്ട് 71 ദിവസം പൂർത്തിയാകാനിരിക്കുകയാണ് നിർണായകമായിരിക്കുന്നത്. ലോറിയുടെ ക്യാബിനാണ് ആദ്യം പുറത്തെത്തിച്ചത്. ആദ്യം കറുത്ത ലോകവസ്തു കണ്ടെത്തി എന്ന വിവരമാണ് പുറത്തു വന്നത്. പിന്നീട് ലോറിയുടെ ക്യാബിൻ ഉയർത്തിയപ്പോഴാണ് ഉള്ളിൽ മൃതദേഹം ഉള്ളതായി കണ്ടെത്തിയത്. ഗംഗാവലിപ്പുഴയുടെ ഒഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് ലോറി പുറത്ത് എടുത്തിരിക്കുന്നത്. കാർവാർ MLA സതീശൽ, കാർവാർ SP നാരായണൻ എന്നിവർ ട്രെജറിൽ ഉണ്ടായിരുന്നു. ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിലാണ് ലോറി ഉണ്ടായിരുന്നത്. ലോറി അർജുൻ്റേത് തന്നെയാണെന്ന് ലോറി ഉടമ മനഫ് സ്ഥിരീകരിച്ചു. ജൂലൈ 16-നാണ് അർജുനെ കാണാതായത്. 3 ഘട്ടങ്ങളിലായാണ് തിരച്ചിൽ തുടർന്നുകൊണ്ടിരുന്നത്. ശക്തമായിട്ടുള്ള മഴയും അടിയൊഴുക്കും മൂലം തിരച്ചിൽ നിർത്തേണ്ടി വന്നിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ലോറിയും അർജുൻ്റെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നത്. നാവികസേനയും ഈശ്വർ മാൽപേ അടക്കമുള്ളവർ തിരച്ചിലിൽ പങ്കാളികളായിരുന്നു. അർജുൻ്റെ സഹോദരി അഞ്ജുവും ഭർത്താവ് ജിതിനും കഴിഞ്ഞ ദിവസം ഷുരൂരിൽ തിരച്ചിൽ നടത്തുന്ന സ്ഥലത്ത് എത്തിയിരുന്നു. പിന്നീട് അവർ തിരികെ പോയി. തിരച്ചിൽ പങ്കാളിയായിരുന്ന നാവികസേനയും മടങ്ങി. തുടർന്ന് തിരച്ചിൽ നടത്തിയിരുന്നു. ക്യാബിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഒപ്പം തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്ത് ഉണ്ട്. മൃതദേഹം അർജുൻ്റേത് തന്നെയാണെന്നാണ് ഉറപ്പായിരിക്കുന്നത്. മൃതദേഹം ലഭിച്ചിരിക്കുകയാണ്. അർജുൻ്റെ മൃതദേഹം കരയിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. 71ാമത്തെ ദിവസത്തെ ദൗത്യം ആണ് പൂർത്തിയായിരിക്കുന്നത്. അർജുൻ്റെ മൃതദേഹം ലഭിച്ചിരിക്കുന്നു വണ്ടിയുടെ ക്യാബിനുള്ളിൽ നിന്നും. ഇപ്പോൾ ഈ ദൃശ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അർജുൻ്റെ മൃതദേഹം ദൗത്യ സംഘം കരയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 71 ദിവസമാണ് ഇത്തരത്തിൽ ജലാശയത്തിന് അടിയിൽ അർജുൻ്റെ മൃതദേഹം ഉണ്ടായത്. ഏത് അവസ്ഥയിലാണ് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം.